ക്വാറന്റൈൻ എന്നുള്ള വാക്ക് നമ്മളിവിടെ കൊറോണ വന്നപ്പോഴാണ് സജീവമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. മോഹൻലാലിൻ്റെ സീസൺ കണ്ടു നോക്കൂ. ജയിലിൽ വരുമ്പോൾ എവിടെയായിരുന്നു? ക്വാറന്റൈനിലായിരുന്നു. അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഫഹദ് ഫാസിൽ ഭാര്യ വീട്ടുകാർ ഒരു ഗസ്റ്റ് ഹൗസ് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ആ ഗസ്റ്റ് ഹൗസിൽ പുള്ളി ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഈസി ആയിട്ടൊരു സ്റ്റൂൾ ഇട്ടിട്ട് ആ സ്റ്റൂളിൻ്റെ മുകളിൽ കയറി നോക്കാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആർട്ട് ഡയറക്ടർ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കവളം മടലാണ്. ആ ഒരു കൊറിയർ സർവീസുകാരൻ പോകുന്ന ട്രാക്കിൽ ആ സിനിമയായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല. അയാൾ വരുന്നിടത്താണ് ഈ ഭൂപ്രദേശം ഇങ്ങനെയാണെന്നും വളരെ ഒറ്റപ്പെട്ട വീടാണെന്നും ഇത് ഇങ്ങനെയാണെന്നും, എന്നാൽ ഇത് ഡെലിവർ ചെയ്യുന്ന സാധനം എന്താ? തോക്കാണ്. നമ്മൾ ആദ്യം കണ്ണൂരിൽ നിന്ന് വന്നപ്പോൾ എറണാകുളത്ത് ആസിഫ് എന്ന് മാത്രമേ കഥയിലുള്ളൂ. ആ കഥയിൽ പരിസരം നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ അവിടെ കുറേ കഥാപാത്രങ്ങൾ വന്നു. അപ്പോൾ സിനിമ ലൈവായി, സിനിമയ്ക്ക് ജീവനായി. ഒരു സ്റ്റോറി കിട്ടിയാൽ അത് എങ്ങനെ പോയാലും ഒരു 1-2 മാസം നമ്മൾ അതിൽ തന്നെ മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് അതിൽ തന്നെ ആലോചിച്ചുകൊണ്ട് കുറേ ആലോചിച്ച് എങ്ങനെയാണ് ഇതിൻ്റെ മുഹൂർത്തങ്ങൾ ഫിക്സ് ചെയ്യുക. ഞാൻ നോക്കുന്നൊരു കാര്യം, ഒന്ന് ഇത് എങ്ങനെ എൻഡ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ചെയ്ത 6 സിനിമകളാണ്. ഈ 6 സിനിമകളിൽ 5 സിനിമയിലും ക്ലൈമാക്സ് ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മളിത് എഴുതാൻ തുടങ്ങുന്നത്. ആദ്യം സ്റ്റോറി ഉണ്ടായി, പിന്നെ നമ്മൾ ഇതിൻ്റെ ക്ലൈമാക്സ്, ഒരു ഉദ്ദേശം ഇങ്ങനെ ആയിരിക്കണം അത് അവസാനിക്കുന്നത്. പിന്നെ ആ ക്ലൈമാക്സിലേക്ക് എത്താനായിട്ട് റിവേഴ്സ് വർക്ക് ചെയ്യുകയാണ് സാധാരണ ഞാൻ ചെയ്യാറ്. അതിലേക്ക് എത്തിച്ചേരാൻ റിവേഴ്സ് വർക്ക് ചെയ്യുക. അങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്യും, ഒരു 1 ലൈൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ തിരക്കഥ ഇടാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇൻ്റർവെലൊക്കെ കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ വെച്ചിട്ട് ഇങ്ങനെയല്ല, നമ്മൾ വിചാരിച്ച പോലെയല്ല, ഇത് കുറച്ചും കൂടി ഇങ്ങനെ ആക്കിയാൽ ചിലപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മളത് അങ്ങനെ പാടയെ പൊളിച്ചിട്ട് ഇപ്പോൾ എന്താണ് തോന്നുന്നത് അത് ഫോളോ ചെയ്യും. പക്ഷേ എനിവേ എഴുതാൻ തുടങ്ങുമ്പോൾ ആ ഒരു ക്ലൈമാക്സ് പോയിന്റ് മനസ്സിലുണ്ടാവാറുണ്ട്. അതിൽ തന്നെ ആവണമെന്നില്ല വന്ന് തീരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ബൈസിക്കിൾ തീവ്സ് അങ്ങനെയാണ്, അതിൽ തന്നെ വന്ന് തീർന്നത്. സൺഡേ ഹോൾഡ് അങ്ങനെയായിരുന്നു. വിജയ് സൂപ്പറിലും ഒക്കെ ടൈലൻസുകൾ കുറേ ഉണ്ടായി. ക്ലൈമാക്സ് ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ എന്നാലും കുറച്ചും കൂടെ പൊലിപ്പുകൾ, ചിത്ര ചേച്ചി വന്നു, അങ്ങനത്തെ ആഡ് ഓൺസുകളുണ്ടായിരുന്നു. പിന്നെ തലവൻ വന്നപ്പോൾ തലവനിൽ ഈ പറഞ്ഞ പോലെ വേറെ 2 റൈറ്റേഴ്സും ഉണ്ടായിരുന്നു. അവരുടെ ആയിരുന്നു ഇതിൻ്റെ തിരക്കഥ. അപ്പോൾ എനിക്ക് സംഭാഷണം എഴുതേണ്ട ജോലി മാത്രമേ ഉള്ളൂ. സംഭാഷണം എല്ലാ ദിവസവും ഷൂട്ട് നടക്കുന്നതിന് മുമ്പ് തലേ ദിവസം ഇരുന്ന് മൊത്തത്തിലൊന്ന് മാറ്റി എഴുതി, അങ്ങനത്തെ ഒരു ഫോർമാറ്റായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു കഥ കിട്ടിയാൽ ഏറ്റവും ഇമ്മീഡിയറ്റ്ലി ചെയ്യുന്നത് അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുക. അത് ഇങ്ങനെ പുസ്തകത്തിലേക്ക് ഒരു ബുക്ക് വാങ്ങിച്ച് അതിനകത്തേക്ക് എഴുതി തോന്നുന്ന പോയിന്റുകളൊക്കെ എഴുതി. പക്ഷെ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടിയ കഥാപാത്രങ്ങൾ, ചിലപ്പോൾ ഒരു കഥ ആലോചിക്കുമ്പോൾ, ഇപ്പോൾ സൺഡേ ഹോളിഡേ ആലോചിക്കുമ്പോൾ അതിങ്ങനെ ഒരു പ്രണയ നൈരാശ്യത്തിൽ കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്ന് നിൽക്കുന്ന ആസിഫിൻ്റെ അമൽ എന്ന് പറയുന്ന കഥാപാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവനൊരു വീട് വാടകയ്ക്ക് എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാവില്ല, നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അയാളൊരു വാടകയ്ക്കായിരിക്കും താമസിക്കുന്നത്. വാടകയ്ക്ക് താമസിക്കുമ്പോൾ അവിടെ വേറെ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവരെന്തായിരിക്കും ചെയ്യുന്നത്? അപ്പോൾ അവർക്ക് ഓരോ ക്യാരക്ടേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, അവർക്കൊരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ അത് സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ആസിഫിൻ്റെ സ്റ്റോറിയെ ചുറ്റിത്തിരിഞ്ഞ് ഇവരുടെ കഥകളിലൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ എന്ത് പറ്റി? അങ്ങനെ ഒരു വീട്, ആ വീടിനൊരു പേരുണ്ട്, സർഗ പൗർണമി. ആ സർഗ പൗർണമി എന്ന് ആ വീടിൻ്റെ പേരിടണമെങ്കിൽ അതിൽ അല്പം കലാശേഷി ഉണ്ടെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവുമല്ലോ. അപ്പോൾ ആണ് സിദ്ദിഖിൻ്റെ കഥാപാത്രം ഡിസൈൻഡ് ആവുന്നത്. അപ്പോൾ അയാൾ എന്തായിരിക്കും ചെയ്യുന്നത്? അയാൾ ഇന്ന് അല്ലു അർജുൻ സിനിമകളും തെലുങ്ക് സിനിമകളൊക്കെ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്ത് പാട്ടൊക്കെ എഴുതുന്ന ആളാണ് പുള്ളി. അപ്പോൾ ആ ഒരു കഥാപാത്രമായി. അവിടെ തന്നെ ചാൻസ് അന്വേഷിച്ച് ജീവിക്കുന്ന, സിനിമയിൽ എന്തിൽ രക്ഷപ്പെടണം എന്ന് കരുതി ജീവിക്കുന്ന ധർമ്മജൻ്റെ കഥാപാത്രമുണ്ട്, നിർമ്മൽ പാലാഴിയുണ്ട്. അപ്പോൾ ആ വീട് സെറ്റായി. ഈ വീട്ടിലേക്കാണ് ഇവൻ വരുന്നത്. അപ്പോൾ വീട് സെറ്റ്. ഇനി എന്താ? അയൽവക്കം ഉണ്ടോ ഇല്ലയോ? അടുത്ത് കടകൾ വല്ലതും ഉണ്ടോ? എന്താണ് ഇവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ പോയിന്റ്? അപ്പോൾ ഓക്കെ, അങ്ങനെ അടുത്തൊരു വീടുണ്ടെങ്കിൽ നന്നായി. അപ്പോൾ ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടാവും? അവിടെ ഒരു അമ്മയുണ്ടാവും, അവിടെ ഒരു മരുമകളുണ്ടാവും, ഒരു മകനുണ്ടാവും. അപ്പോൾ അവരെന്തായിരിക്കും ചെയ്യുന്നത്? അവരൊരു ബേക്കറി സാധനങ്ങൾ ഉണ്ടാക്കുന്ന ജോലിയാണെങ്കിൽ സംതിങ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരു സിനിമയിലും അടുത്ത് വന്ന് അങ്ങനെ കൊണ്ട് നോക്കണമല്ലോ. ഇപ്പോൾ എല്ലാ പടത്തിലും വരുന്ന ഒരു സാധനം കൊണ്ട് കൊടുക്കുന്നതിൽ കാര്യമില്ല. അപ്പോൾ ഇങ്ങനൊരു കുടുംബം, ഓക്കെ, ബേക്കറി സാധനങ്ങൾ ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു കുടുംബം, അവരാണ് അയൽവക്കമെങ്കിലോ. അപ്പോൾ KPSC ലളിതയുടെ കഥാപാത്രം കാസ്റ്റഡായി. അപ്പോൾ കരമന സുധീർ കാസ്റ്റഡായി. അപ്പോൾ അവിടെ അടുത്തൊരു പോലീസ് ഓഫീസർ താമസിക്കുന്നുണ്ടെങ്കിൽ അയാൾ ആരായിരിക്കും? അത് മേഘനാഥൻ്റെ ക്യാരക്ടർ. അപ്പോൾ എന്ത് പറ്റി? ഇവർ താമസിക്കുന്ന സ്ഥലം ഒന്ന് വിരിഞ്ഞു. നമ്മൾ ആദ്യം കണ്ണൂരിൽ നിന്ന് വന്നപ്പോൾ എറണാകുളത്ത് ആസിഫ് എന്ന് മാത്രമേ കഥയിലുള്ളൂ. ആ കഥയിൽ പരിസരം നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ അവിടെ കുറേ കഥാപാത്രങ്ങൾ വന്നു. അപ്പോൾ സിനിമ ലൈവായി, സിനിമയ്ക്ക് ജീവനായി. ഇതാണ് യൂഷ്വൽ ഇതിൻ്റെ ഒരു
പോക്കെന്ന് പറയുന്നത്. പിന്നെ സൺഡേ ഹോളിഡേ കുറിച്ച് പറയാനാണെങ്കിൽ അതിൽ കുറേ പേരുണ്ട്. ഇപ്പോൾ ശ്രീനിവാസൻ്റെയും ലാൽ ജോസിൻ്റെയും ആശാ ശരത്തിൻ്റെയും അവരുടെ ഒരു ട്രാക്ക് സെപ്പറേറ്റ് ആയിട്ട് പോകുന്നുണ്ട് ഉടനീളം പടത്തിൽ. അപർണയുടെ ഒരു ട്രാക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരുപാട് ലെയേഴ്സും ട്രാക്കുകളും വന്നാലൊരു മെച്ചം എന്ന് പറയുന്നത് നമ്മൾ ഈ സിംഗിൾ ത്രെഡിൽ പോകുമ്പോൾ എപ്പോഴും റിസ്ക്കാണ്. ഈ ത്രില്ലർ പടങ്ങളൊക്കെ നമുക്ക് അങ്ങനെ പോവാം. കാരണം അത് ഒരു കുറ്റം, ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു മിസ്സിങ്, ആ ഒരു കേസ് വന്ന് ആ സിനിമ തുടങ്ങി ഒരു 10 മിനിറ്റിനുള്ളിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് എപ്പോൾ എവേ പോയാലും ആൾക്കാർക്ക് ബോറടിക്കും. നേരെ മറിച്ച് ഒരു ഫീൽ ഗുഡ് സിനിമ ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള ലിബർട്ടി ഉണ്ട്. എത്ര ട്രാക്ക് വേണമെങ്കിലും ആഡ് ചെയ്യാം. അത് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ സൺഡേ ഹോളിഡേ ഇപ്പോൾ ഞാൻ എവിടെ ചെന്നാലും ആൾക്കാർ പറയുന്ന ആദ്യത്തെ സിനിമ സൺഡേ ഹോളിഡേ ആണ്. എൻ്റെയും പ്രിയപ്പെട്ട സിനിമയാണ് അത്. ഇപ്പോൾ യുഎസിൽ ചെന്നാലും ശരി, എയർപോർട്ടിൽ വെച്ച് കണ്ടാലും ശരി, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ശരി, ആദ്യം എന്നോട് പറയുന്ന പോയിന്റ് സൺഡേ ഹോളിഡേ ആണ്. അത് കഴിഞ്ഞിട്ടേ വിജയ് സൂപ്പറും പൗർണമിയും തലവനും ഒക്കെ പറയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു കണക്ഷൻ ആൾക്കാർക്ക് റിലേറ്റബിലിറ്റി കിട്ടുന്നുണ്ട് സൺഡേ ഹോളിഡേ എന്ന്. പിന്നെ അത് സിനിമ കഴിയുമ്പോഴും നമുക്കൊരു ഭയങ്കര വാംത്താണല്ലോ, ഒരു സ്നേഹം, ഒരു ട്വിസ്റ്റ്. മലയാളി ടിപ്പിക്കൽ ടിക്കറ്റ് എടുത്ത് കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാം ആ സിനിമയിൽ വന്നു പോയിട്ടുണ്ട്. നല്ല പാട്ടുകളുണ്ട്, പ്രണയം, പ്രണയ നൈരാശ്യം, മോട്ടിവേഷൻ, തമാശ എല്ലാം ഉണ്ടല്ലോ. പാട്ട് എനിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പാട്ട് എഴുതണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. അത് വെച്ചാൽ ഈ അന്ന് കാസറ്റാണല്ലോ, കാസറ്റുകൾ റിപ്പീറ്റഡ്ലി ഈ അന്ന് ഇറങ്ങുന്ന എല്ലാ കാസറ്റുകളും മേടിക്കും. അതിപ്പോൾ വയലാറിൻ്റെ മുതൽ ഇങ്ങോട്ട് ഇറക്കുന്ന ദാസേട്ടൻ ഒരു 12 കാസറ്റുകളുടെ വോളിയം ചെയ്തിട്ടുണ്ട് വയലാറിൻ്റെ പാട്ടുകൾ. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. സംതിങ് സർഗ വെച്ചിട്ടാണ്, സർഗസംഗമം, സർഗസംഗീതം അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതിൻ്റെ ഫുൾ അപ്പോൾ നമ്മൾ ഓരോ പാട്ടും ഭയങ്കര അത്ഭുതത്തോടെ, ഈ ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതലാണ് ഈ പാട്ടിൻ്റെ വരികൾക്കുള്ളിലുള്ള അത്ഭുതങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയത്. വെറുതെ ഒരു പാട്ട് എഴുതി വെക്കുന്നതല്ല, ഓരോ പാട്ടിൻ്റെ പുറകിലും ഓരോ കഥയുണ്ട്, അല്ലെങ്കിൽ ആ കഥ ആ പാട്ട് എഴുത്തുകാരൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പിടികിട്ടിയ പോയിന്റ് മുതൽ നമ്മൾ പാട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ ഉത്തര സ്വയംവരം കഥകളി കാണുവാൻ ഉത്തരാടത്തിൽ പോലും ഈ ശ്രീകുമാരൻ നമ്പി സാർ എഴുതിയ പാട്ടാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രശസ്തരായ കുറേ കലാകാരന്മാരെ പേര് വെച്ചിട്ടാണ് ഈ പാട്ടുണ്ടാക്കിയത്. അതിൽ എന്താ പറയുക, പുരാണം കൊണ്ടുവന്നു, അത് കഴിഞ്ഞാട്ട വിളക്കണഞ്ഞു പോയി, എത്ര അജ്ഞാതവാസം ഇന്നും തുടരുന്നു ഞാൻ, അവൾ ഉത്തരയായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പുരാണവും, എന്നാൽ ഇരയമ്മൻ തമ്പിതൻ ശൃംഗാര പദലഹരി ഇരു സ്വപ്നവേദികളിൽ അങ്ങനെ പറഞ്ഞു, കുടമാളൂർ സൈരന്ധ്രിയായി, മാങ്കുളം ബൃഹന്തളയായി, ഹരിപ്പാട്ട് രാമകൃഷ്ണൻ വലലനായി. അന്ന് ജീവിച്ചിരുന്ന ആളുകളെക്കുറിച്ച് ഒരു പാട്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണല്ലോ, ഇങ്ങനത്തെ ഭാസ്കര മാഷ് എഴുതിയ, യൂസഫ് അലി കേച്ചേരി എഴുതിയ, വയലാർ എഴുതിയ, അങ്ങനെ പൂവച്ചൽ ഖാദർ എഴുതിയ, പറണിക്കാവ് ശിവകുമാർ എഴുതിയ, ഇങ്ങോട്ട് വന്ന ഗിരീഷ് പുത്തഞ്ചേരി അല്ലെങ്കിൽ കൈതപ്പുറം തിരുമേനി, കെ ജയകുമാർ, ONV സാറ്, ഇവരുടെ എല്ലാം പാട്ടിലുള്ള ബിജു തിരുമല്ല, ഇതൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ഇവരൊന്നും വെറുതെ ഒരു പാട്ട് എഴുതില്ല. അത് എത്ര മോശം സിനിമയാണെങ്കിലും അവർ എഴുതി വെച്ച പാട്ടിനകത്ത് ആ സിനിമയുമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു പരിപാടി പിടികിട്ടിയപ്പോൾ നമുക്കിത് പാട്ട് എഴുതണം എന്നുള്ള. പക്ഷേ സിനിമ സംവിധാനം അന്ന് സ്വപ്നത്തിൽ പോലുമില്ല. കാരണം അത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ സിനിമ ചെന്നൈയിലാണ്, കേരളത്തിലേക്ക് പിന്നെ അങ്ങനെ സജീവമായിട്ട് വന്നിട്ടില്ലല്ലോ. സിദ്ദിഖ് ലാലിൻ്റെ സിനിമകൾ ഇവിടെ നടക്കും, ഇനി ഹരിഹരനഗരം, രാംജുരാജ് സ്പീക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ടെന്നല്ലാതെ പോസ്റ്റ് പ്രൊഡക്ഷൻ മേജർ പരിപാടികളൊക്കെ ചെന്നൈയിലാണല്ലോ. അപ്പോൾ നമുക്കതൊന്നും നടക്കുന്ന കേസല്ല എന്നുള്ളത് തന്നെ. അപ്പോൾ അതുകൊണ്ട് പാട്ടെഴുത്ത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ബൈസൈക്കിൾ തീവ്സിൽ ദീപക് ദേവാണ് മ്യൂസിക്. അപ്പോൾ ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഉത്തരാ സ്വയംവരം എന്നുള്ള പാട്ടിനെ കുറിച്ച് ഞാനും ദീപക് ദേവും കൂടെ ഇരുന്ന് സംസാരിച്ച് ശ്രീകുമാരൻ നമ്പി സാറിൻ്റെ പാട്ടുകളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈക്കത്ത് അഷ്ടമി നാളായിക്കോട്ടെ, രക്ഷാസനെ കണ്ട് മഴയുമ്പോൾ എല്ലാം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ദീപക് പറഞ്ഞു, നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഈ ഇതിലെ 2 പാട്ട് നമുക്ക് ഇദ്ദേഹത്തെ കൊണ്ട് എഴുതി, മൊത്തം 3 പാട്ടാണുള്ളത്. അപ്പോൾ ആദ്യം കൈതപ്പുറം തിരുമേനി ഒരു പാട്ട് എഴുതി, പുഞ്ചിരി തഞ്ചും ചുണ്ടിൽ രോമൽ കൊഞ്ചൽ കുളിരെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് കൈതപ്പുറം തിരുമേനി എഴുതിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ശ്രീകുമാരൻ തമ്പിയുടെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ തമ്പി സാറിനെ കോൺടാക്ട് ചെയ്തപ്പോൾ തമ്പി സാറിന് അന്ന് ചില ടെക്നിക്കൽ റീസൺസ് കൊണ്ട് അദ്ദേഹത്തിന് ഈ സിനിമയ്ക്ക് പാട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ അത് വേണമെന്ന് വെച്ചു. കാരണം വേണമെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര നിരാശയായി. കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചാണ്. എൻ്റെ പടത്തിൽ ഞാൻ 2013 എന്ന് പറയുമ്പോൾ ഇന്നത്തെക്കാൾ 13 വർഷം പുറകിലാണ്.
ഇദ്ദേഹം നമ്മുടെ പാട്ട് എഴുതാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ടെക്നിക്കൽ റീസൺസ് കൊണ്ട് അത് എഴുതാൻ സാധിച്ചില്ല. അപ്പോൾ ദീപക് എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വേറൊരു പാട്ട് എഴുത്തുകാരൻ്റെ പേര് പറഞ്ഞു. അദ്ദേഹം എനിക്ക് ഓക്കെയാണ്. അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് പാട്ടിൻ്റെ ട്യൂൺ പഠിക്കാനുള്ള സമയമില്ല, കാരണം അയാൾ അത്രയും തിരക്കിലാണ്. മീറ്റർ എഴുതി തരാമെന്ന് ചോദിച്ചു. അപ്പോൾ മീറ്റർ എഴുതി തരാം അങ്ങനെ ഞാൻ വീട്ടിൽ പോയിരുന്നു. ഇതിൻ്റെ മീറ്റർ എഴുതാം, ഡമ്മി പദങ്ങൾ വെച്ചുകൊണ്ട് എഴുതുകയാണ്. അപ്പോൾ ഈ സംവിധായകനായതുകൊണ്ട് ഡമ്മി പദങ്ങളാണെങ്കിലും അതിനകത്ത് എവിടെയൊക്കെയോ നമ്മൾ ഈ പാട്ടെഴുതി ഇഷ്ടമുള്ളതുകൊണ്ട് അതിൽ പറയേണ്ട കാര്യങ്ങളും കൂടെ വന്നു പോയിട്ടുണ്ടാവും. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ ഡമ്മിയായിട്ടേ കണ്ടിട്ടുള്ളൂ. അത് ദീപക് ദേവന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. ദീപക് പിറ്റേ ദിവസം സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ പറഞ്ഞു, എടോ ഇതൊക്കെ തന്നെയല്ലേ തനിക്ക് പാട്ടിൽ കൂടെ പറയാനുള്ളത്, മീറ്റർ കറക്റ്റാണ്, സൗണ്ടിങ്ങും കറക്റ്റാണ്, അപ്പോൾ നമുക്കിത് തന്നെ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ, ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത കാര്യമാണ്. അപ്പോൾ ദീപക് നമുക്കൊരു പയ്യനെ വിളിച്ചിട്ട് ഇത് ട്രാക്ക് പാടിച്ചു നോക്കാം, സൗണ്ടിങ് എങ്ങനെയുണ്ടെന്നായി നോക്കാം. അപ്പോൾ ശരി നോക്കിയിട്ട്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് നമ്മൾ പാട്ടെഴുത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പാട്ടെഴുത്തിനെ കുറിച്ചൊരു ഏതാണ്ട് ധാരണയുണ്ടെങ്കിലും സൗണ്ടിങ് എന്ന് പറഞ്ഞ സാധനത്തെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. എന്തും നമുക്ക് എഴുതി വെക്കാം, അതല്ല, സൗണ്ട് കേൾക്കാൻ ഇമ്പം ഉണ്ടാവണം. അപ്പോൾ അത് ദീപക്കാണ് എനിക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ ഈ പാട്ട്, ഇത് മേലെ വാനിലെ കിളികളായി എന്ന് പറയുന്ന പാട്ടാണ്. ആ പാട്ട് ഒരു പയ്യൻ വന്ന് ട്രാക്ക് പാടിക്കഴിഞ്ഞപ്പോൾ ദീപക്കാണ് ഒരു കറക്ഷനും ഇല്ല, ഏതോ 1-2 വാക്കുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചിട്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെ മതി. അങ്ങനെ ആ പാട്ടായി. അടുത്ത പാട്ടും എഴുതാൻ പറഞ്ഞു. അടുത്ത പാട്ട് ഞാൻ തന്നെ എഴുതി, ഓഫ് കോഴ്സ്. അപ്പോൾ ആ പാട്ടുകൾ ഹിറ്റായി. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി. അപ്പോൾ ഞാൻ പൊതുവേ ഞാൻ ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ്സിലൊക്കെ ജിങ്കിളുകളൊക്കെ എഴുതുന്നുണ്ട്. സ്കൂൾ ബാഗിൻ്റെ പരസ്യം, കുടയുടെ പരസ്യം, ടെക്സ്റ്റൈൽ, സ്വർണ്ണക്കട, ഇതിൻ്റെയൊക്കെ പാട്ടുകൾ എഴുതുന്നുണ്ട്. അപ്പോൾ അടുത്ത പടം സൺഡേ ഹോളിഡേ എത്തിയപ്പോൾ ദീപക് പറഞ്ഞു ഇതിൽ 4 പാട്ടുണ്ട്, പക്ഷേ ഇതിൽ പാട്ടെഴുത്തുകാരനെ നോക്കുകയേ വേണ്ട, ഇത് ഞാൻ ട്യൂൺ ഇടുന്നു, താൻ എഴുതുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിലാണ് അപ്പോൾ ഞാൻ ദീപക് ഞാനൊരു ഇതിൻ്റെ സംവിധായകനാണെങ്കിലും നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായിട്ട് ഒരു ഗാനരചയിതാവായിട്ടേ കാണാൻ പാടുള്ളൂ. സംവിധായകൻ എന്നുള്ള സാധനം ഇവിടെ തരരുത്. തന്നാൽ ഇപ്പോൾ എനിക്കങ്ങനെ വേണ്ട. ദീപക് ഇത്രയും വലിയൊരു മ്യൂസിക് ഡയറക്ടറല്ലേ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അത് തീർച്ചയായിട്ടും അന്ന് ജിസ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ അത് ഒത്തിരി വെട്ടിത്തിരുത്തലുകളുണ്ടായി. ദീപകിൻ്റെ ആ സൺഡേ ഹോട്ടലിലെ എല്ലാ പാട്ടുകളും ഹിറ്റായതിൻ്റെ പുറകിൽ എന്നേക്കാൾ അതിൻ്റെ കയ്യടി കംപ്ലീറ്റ് അർഹിക്കുന്ന ദീപക് ദേവാണ്. കാരണം മഴപാടും കുളിരായി ആ വർഷത്തെ ജനപ്രിയ ഗാനത്തിനുള്ള അവാർഡ് കിട്ടിയ പാട്ടാണ്. മഴപാടും കുളിരായി വന്നതാരോ ഇവളോ എന്നുള്ള പാട്ട് എത്രയോ പല്ലവികൾ ഞാൻ എഴുതി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ദീപക് ദേവ് പിക്ക് ചെയ്ത പല്ലവിയാണ് മഴപാടും കുളിരായത്. കുറേ എഴുതി, 10-20ഓളം പല്ലവികൾ എഴുതിയതിന് ശേഷം അതിൽ നിന്ന് ദീപക് എടുത്ത പല്ലവിയാണ് മഴപാടും കുളിരായി വന്നതാരോ ഇവളോ എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു നോക്ക് കാണുവാൻ കാത്തിരുന്നവൾ, അത് അത്രയില്ലെങ്കിൽ 2-3 പ്രാവശ്യമെങ്കിലും മൊത്തത്തിൽ എഴുതിയിട്ട് ദീപക് ദേവ് മാറ്റിയിട്ട് ഫൈനലായി വന്ന ഡ്രാഫ്റ്റാണിത്. പിന്നെ മാറ്റം വരാത്ത പാട്ട് ആ സിനിമയിലെ കണ്ടോ നിൻ്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം എന്ന് പറഞ്ഞ പാട്ട്, പിന്നെ ജോത്സനെ പാടിയൊരു പാട്ടാണ് ആരോ കൂടെ എന്ന് പറഞ്ഞ പാട്ട്. ഈ പാട്ടുകളൊക്കെയാണ് മാറാത്തതുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് ഈ പാട്ടെഴുത്ത് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് അതിന് ശേഷം നമ്മുടെ ഇതുവരെ ചെയ്ത എല്ലാ സിനിമകളിലും ഞാൻ തന്നെയാണ് പാട്ട് എഴുതിയത്. ഒപ്പം എൻ്റെ മാത്രമല്ല വേറെ സിനിമകളിലും വേറെ മ്യൂസിക് ഡയറക്ടേഴ്സും പാട്ടുകൾ എഴുതാൻ വിളിക്കുന്നുണ്ട്, ഇപ്പോഴും വിളിക്കുന്നുണ്ട്, എഴുതാറുണ്ട്. ഡിവോഷണൽ സോങ്സ് എഴുതാറുണ്ട്, കവിതകൾ എഴുതാറുണ്ട്. അങ്ങനെ അത് ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട്. ചലഞ്ചുകൾ ഇപ്പോൾ എല്ലാ സെറ്റിലും നമുക്കൊരു സംവിധായകൻ എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ സഫർ ചെയ്യേണ്ടി വരും, കുറേ കാര്യങ്ങളോട് കണ്ണടയ്ക്കേണ്ടി വരും, കുറേ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കോംപ്രമൈസ് എന്ന് വെച്ചാൽ ചിലപ്പോഴൊക്കെ നമ്മൾ ആ ഡയറക്ടർ എന്നുള്ള സാധനമൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഡയറക്ടറെ എപ്പോഴും ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് വിളിക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ട ജോലിയാണ്. അതിൽ പ്രൊഡ്യൂസറുടെ പ്രഷർ നമ്മൾ കാണണം, നാട്ടുകാർ കുഴപ്പമുണ്ടാക്കുന്നത് കാണണം. ചിലർ ക്യാമറയുടെ വട്ടം കയറി എന്നിട്ട് ഇതിൻ്റെ ലെൻസ് ഏതാണെന്ന് പറഞ്ഞിട്ട് നീ ഷൂട്ട് ചെയ്താൽ മതിയിടാ എന്നൊക്കെ പറയും. അവിടെ നമ്മൾ ഈഗോ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവിടെ നയപരമായി ഡീൽ ചെയ്യുക വേണ്ടത്. ആൾക്കാർ പലതരത്തിൽപ്പെട്ട ആൾക്കാരല്ലേ. നിങ്ങളിവിടെ ഷൂട്ട് ചെയ്താൽ ഞങ്ങളുടെ കടയിലെ കച്ചവടം എങ്ങനെ നടക്കും? നമുക്ക് ഉത്തരവില്ല. നമ്മൾ പറയുന്നുണ്ട് ഈ സ്ട്രീറ്റിന് റെൻറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ അവനങ്ങനെ ചോദിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളത് ഡീൽ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ മസിൽ പിടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഒത്തിരി അങ്ങനെ എല്ലാ സിനിമയിലും ഉണ്ടാവാറുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ ഈ പറയുന്ന പോലെ ബൈസൈക്കിൾ തീവ്സിൽ ദൈവം സഹായിച്ച് അങ്ങനെ വലിയ കുഴപ്പങ്ങളില്ല. സൺഡേ ഹോളിഡേയിൽ ഈ പ്രധാനപ്പെട്ട വീട്, ഇവരുടെ വീട് ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ഒരു എസ്തെറ്റിക്കലി ഒരു ഭംഗിയുള്ളൊരു വീടായിരിക്കണം. എന്നാൽ പുതിയ വീടായിരിക്കരുത്, വാർക്ക വീടാവരുത്, ഓടിട്ട വീടായിരിക്കണം. മുറ്റം ഉണ്ടാവണം. ഇവർക്ക് ഇടയ്ക്കൊന്നും കൂടാനും മുമ്പിലൊരു ഇരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു
ഒക്കെ ഇതൊക്കെ വെറുതെ എഴുതുമ്പോൾ നമുക്ക് തോന്നുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ വിട്ടു നമ്മുടെ പിള്ളേരെയൊക്കെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, അസോസിയേറ്റ് ക്യാമറാമാൻ ഇവരെയൊക്കെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് വിട്ടിരിക്കുകയാണ്. നമുക്ക് എല്ലായിടത്തും പോകാൻ പറ്റില്ലല്ലോ. അത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 4ാമത്തെ ദിവസം തന്നെ എന്നെ അസോസിയേറ്റ് വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഇവിടെ ഒരു വീട് തുറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു വീട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ തുറവൂരാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വൈറ്റിലേന്ന് ഒരു 35 മിനിറ്റിൻ്റെ യാത്രയുള്ളൂ. എൻ്റെ വീട്ടിൽ നിന്ന് 40 മിനിറ്റ് കൊണ്ട് അങ്ങോട്ട് എത്താം. വേഗം അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഞെട്ടിപ്പോവാണ്. എന്താണ് ഇപ്പോഴും നിങ്ങൾ ആ സിദ്ദിഖും ആസിഫ് അലിയൊക്കെ വെള്ളം അടിക്കുന്ന കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്നുള്ള പാട്ടുള്ള ആ സീനുണ്ട്. അത് നമുക്ക് വേണ്ടി ഡിസൈൻഡാണ് ആ മുറ്റം. അവിടെ ഒരു ഇരിക്കാൻ പറ്റുന്ന ബെഞ്ച് 2 സൈഡിലും, വീടിൻ്റെ മുമ്പിൽ തന്നെ വലിയ മുറ്റം, ഭയങ്കര അതിനപ്പുറം ഒരു വീട് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ആ ഒരു എന്താ പറയുക, അന്നത്തെ ഒരു 8,000-10,000 രൂപയ്ക്ക് വാടകയ്ക്ക് കിട്ടാൻ തരത്തിലുള്ള എന്നാൽ ഭംഗിയുള്ള വീടായിരിക്കണം. നമുക്കതിന് സെറ്റ് ഇടാനുള്ള പൈസയൊന്നുമില്ല, ലോ ബഡ്ജറ്റ് മൂവിയാണ്. അപ്പോൾ അത് ഇതാണ്, ചില സാധനങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോഴും അത് എവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആലോചിക്കണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ കിട്ടി, അങ്ങനെ വീട്. അപ്പോൾ ആ വീട്ടിൽ അങ്കിള് മാത്രമേ താമസിക്കുന്നത്. പുള്ളിക്കാണെങ്കിൽ സിനിമയോട് ഒരു താല്പര്യമില്ല. പുള്ളി സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ആളാണ്. നമ്മളിങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം, അങ്കിൾ പ്ലീസ് ഒരു 10 ദിവസം മതി, നമ്മൾ ഇങ്ങനെയാണ് എന്നൊക്കെ പുള്ളി പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞു പുള്ളി ഓക്കെ ശരി സമ്മതിച്ചു, എനിക്ക് പൈസയൊന്നും എനിക്ക് വേണ്ട, ഞാൻ എൻ്റെ സ്വസ്ഥത കളയാതിരുന്നാൽ മതി. ഈ ബെഡ്റൂം ഉണ്ടല്ലോ, ഈ ബെഡ്റൂം മാത്രം ഷൂട്ടിങ്ങിന് കയറില്ല, ബാക്കി നിങ്ങൾ വേണ്ട ഷൂട്ട് ചെയ്തു. അപ്പോൾ ശരി അതെങ്കിൽ അതൊന്നും കുഴപ്പം, ആ മുറിയിലേക്ക് ഞങ്ങൾ കയറില്ല. പുള്ളി പറഞ്ഞു രാത്രി 7 മണി കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു അങ്കിൾ അങ്ങനെയല്ല, അങ്ങനെ പറയരുത്. 7 മണി കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യേണ്ട, സൺലൈറ്റ് പോയതിന് ശേഷം ഷൂട്ട് ചെയ്യേണ്ട ചില രംഗങ്ങളുണ്ട്, അത് ചെയ്തേ പറ്റുള്ളൂ. ഒരു ഉള്ള കാര്യം ആദ്യമേ തന്നെ പറയാമല്ലോ. തുടങ്ങിയിട്ട് പിന്നെ കള്ളത്തരം പറയുന്ന പരിപാടി നമുക്കില്ല. ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. തന്നില്ലെങ്കിൽ തന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ രാത്രി 2-2:30 വരെയൊക്കെ പോകുന്ന ദിവസങ്ങളുണ്ടാവും ഈ സിനിമയിൽ, ഒരു 3-4 ദിവസം ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന് ഞാനിത് ഓപ്പണായി പറഞ്ഞത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പറയാതിരിക്കാമായിരുന്നു, തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എന്നെ പറഞ്ഞു തുടങ്ങിപ്പോയില്ലേ എന്നൊക്കെ. ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ തന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര കുഴപ്പമില്ല, ഞാൻ അങ്ങനെ ശീലിച്ചിട്ടുമില്ല, ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയാം. അങ്ങനെ ഇദ്ദേഹം സമ്മതിച്ചു. ഷൂട്ട് ഭംഗിയായിട്ട് പോകുന്നു. ഇനി ഷൂട്ട് തീരാൻ ഒരു 3 ദിവസം കൂടെ ഉള്ളൂ. ഈ സമയത്ത് ഞാൻ രാവിലെ 8:30 സെറ്റ് ചെല്ലുമ്പോൾ ഉള്ള സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ പ്രദേശത്ത് മുഴുവൻ ആൾക്കാർ കൂടിയിരിക്കുന്നു. എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, ഡയറക്ടർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇറങ്ങി എന്താ സംഭവം പറഞ്ഞ് പ്രൊഡക്ഷൻ കണ്ടോണ്ട് സാറേ ഇനി ഷൂട്ട് ചെയ്യണമെന്നാണ് അങ്കിൾ പറയുന്നത്. അപ്പോൾ അയ്യോ എന്തു പറ്റി, ഭയങ്കര സീൻ, എന്തോ പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് പറയുന്നില്ല, ഇനി ഇങ്ങോട്ട് ഒറ്റൊരുത്തൻ ഇങ്ങോട്ട് കയറി പോരുത് എന്നാണ് പറയുന്നത്. ഞാൻ പാനിക്കായി. നമ്മൾ തുടങ്ങി 8 ദിവസം കഴിഞ്ഞു, ഇനി തന്നില്ലേ പണ്ട് എന്ത് ചെയ്യാൻ. ഞാൻ പറഞ്ഞ് ഒന്ന് കാണാൻ വേണ്ടി ഞാൻ മാത്രം ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ പുള്ളി ഇങ്ങനെ നിൽപ്പുണ്ട്, കയറിപ്പോരുത്, വന്നു പോരുത്, ആ ലൈനിൽ കാണും. അപ്പോൾ നമ്മൾ തമ്മിലൊരു സ്നേഹബന്ധം ഉള്ളതുകൊണ്ട് ഞാൻ പതുക്കെ ചെയ്തു, അങ്കിളെ തരണ്ട, ഷൂട്ടിന് തരണ്ട, എന്താ പ്രശ്നമെന്ന് പറ, എന്താണ് കുഴപ്പമെന്ന് പറ, ഞങ്ങൾ പോയിക്കോളാം. അല്ലാണ്ട് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ അങ്കിളെ. പുള്ളി കുറേ നിർബന്ധിച്ചപ്പോൾ പുള്ളി പറയാണ് ഇന്നലെ ഷൂട്ട് എപ്പോഴാണ് കഴിഞ്ഞു? 2 മണിക്ക് ആണല്ലോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് 3 ദിവസം 2 മണി വരെ ഉണ്ടാവും, രാത്രി 2 മണി വരെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഓക്കെ പ്രിപ്പേർഡാണ്. 2 മണിക്ക് എല്ലാവരും ഇവിടുന്ന് പോയി, നിങ്ങൾ പോയതിന് ശേഷം എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. ഞാനിവിടെ മുറി കിടന്ന് ഉറങ്ങുമായിരുന്നു. ഒരു 3-3:30 ആയപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് ഞാൻ നോക്കി. അപ്പോൾ ആരോ എൻ്റെ പറമ്പിലുണ്ടെന്ന് മനസ്സിലായി. നോക്കുമ്പോൾ ഫ്രണ്ടിൽ ആരുമില്ല. അപ്പോൾ അങ്ങനെ ടോർച്ചെടുത്ത് ഞാനിങ്ങനെ ഇത് ആരടാ നോക്കിയപ്പോൾ ഗ്ലാസുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം. അപ്പോൾ നോക്കിയപ്പോൾ ഈ വീടിൻ്റെ പുറകിൽ പിന്നാമ്പുറത്ത് ഏതോ 4 പേരിരുന്ന് മദ്യപിക്കുകയാണ്. അത് ഈ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ വന്ന 4 പേരാണ്. അവർക്ക് നാളെയും ഷൂട്ടുള്ളതാണ്. അപ്പോൾ അവർ ഈ എല്ലാവരും പോയല്ലോ. അപ്പോൾ ഈ ചില ആൾക്കാർക്ക് ഈ കുടിച്ചില്ലെങ്കിൽ കൈ വിറയ്ക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഇവർ നൈസായിട്ട് എല്ലാവരും പോയല്ലോ എന്ന് കരുതി ഈ വീടിൻ്റെ ബാക്കിൽ ഇരുന്ന് മദ്യപിക്കുകയാണ്. അപ്പോൾ അങ്കിള് അതൊന്നും അവിടെ വെച്ച് ഉറപ്പിക്കുന്ന ആളല്ല. ഇതാണ് റീസൺ. ഇത് അദ്ദേഹം പറയണ്ടേ. ഞാൻ പറഞ്ഞു അങ്കിള് ഞാൻ കാല് പിടിക്കാം, ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല, ആ 4 പേരെയും നമുക്ക് പറഞ്ഞു വിടാം, ഇനി അവരെ ഇങ്ങോട്ട് അടുപ്പിക്കേ വേണ്ട എന്നൊക്കെ പറഞ്ഞ് കുറേ സമ്മതിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അന്നൊരു ഉച്ചവരെ ആയി. ഇതൊക്കെ ഉച്ചവരെ ഷൂട്ട് നടന്നില്ല. അത് കഴിഞ്ഞപ്പോൾ പുള്ളി സമ്മതിച്ചു. അങ്ങനെ 3 ദിവസം കൊണ്ട് എങ്ങനെ പരിപാടി തീർത്തു. അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, കേൾക്കുമ്പോൾ ഭയങ്കര പൈങ്കിളിയായിട്ട് തോന്നും. പക്ഷേ ഇത് പൈങ്കിളിയായിട്ട് തോന്നിയാലും ആ ഷൂട്ടിൻ്റെ അന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന, കാരണം ചിലപ്പോൾ ഒരു നടൻ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് 6 മണിക്ക് ഇന്ന് പോകണം, ഒരു പുസ്തക പ്രകാശനമുണ്ട്, അല്ലെങ്കിൽ 7 മണിക്ക് ഖത്തറിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. ഇതൊക്കെ നമുക്കേ അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. രാവിലെ 9 മണിക്ക് തുടങ്ങിയാൽ ഉച്ചയാകുമ്പോൾ ഇത് തീരും, ഇത് കഴിഞ്ഞാൽ അത് തീർത്ത് പുള്ളിനെ 7 മണിക്ക് വിടാം. ഈ കാൽക്കുലേഷനാണ് ഈ കണ്ടിജൻസീസ് വരുമ്പോൾ പാളിപ്പോകുന്നത്. നമ്മുടെ ആ കാൽക്കുലേഷൻ പോയി, അതിൻ്റെ പ്രശ്നമാണ്. മനസ്സിലായോ?
എനിക്ക് ആളുകളെ ത്രസിപ്പിക്കുന്ന ഏതുതരം ഫോർമാറ്റും ഇഷ്ടമാണ്. ഏതുതരം ഫോർമാറ്റും. അത് ഹൊറർ ആയിക്കോട്ടെ, എന്തും ആക്ഷൻ. പണ്ടത്തെ ചില ഇൻ്റർവ്യൂസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഹൊറർ ചെയ്യാൻ താല്പര്യമില്ലെന്ന്. ഇപ്പം ചില ഹൊറർ പടങ്ങളൊക്കെ കണ്ടേ പണ്ട് അങ്ങനെ ഹൊറർ കാണൂലായിരുന്നു. ഇപ്പോൾ ഒത്തിരി കാണും. ചെയ്യാൻ താല്പര്യമുണ്ട്. ഹൊററും ആക്ഷനും ഒക്കെ ചെയ്യാൻ താല്പര്യം. ഇത്രേ ഉള്ളൂ. അതായത് നമുക്ക് ആളുകളെ വാട്ട് ഈസ് നെക്സ്റ്റ് എന്നൊരു പോയിന്റിൽ എഴുത്താൻ പറ്റണം. അതിനൊരു ഭയങ്കര ഹൈ വോൾട്ടേജ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഓടിയ പടങ്ങൾ നോക്കിയാൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട സിനിമയാണ് കുമ്പളങ്ങി നൈറ്റ്സ്. അതുപോലത്തെ ഇഷ്ടപ്പെട്ട സിനിമയാണ് ജാനേമൻ, വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. രോമാഞ്ചം വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഇതൊക്കെ ചെറിയ സിനിമകളായിരുന്നു, കുഞ്ഞു പടങ്ങളായിരുന്നു, വലിയ ഭയങ്കര പരിപാടികളല്ലായിരുന്നു. കോണ്ടന്റ് വൈസ് നമ്മളെ ഇഷ്ടപ്പെടുത്തിയ കീഴടക്കിയ സിനിമകളാണ്. അപ്പോൾ ഇങ്ങനത്തെ സിനിമ എന്നുള്ളതല്ല, എല്ലാത്തിനും അഞ്ചാം പാതിരയും നമ്മൾ എൻജോയ് ചെയ്യും, രാക്ഷസനും എൻജോയ് ചെയ്യും, മെയ്യഴകനും എൻജോയ് ചെയ്യും. മനസ്സിലായി? എല്ലാത്തിലും ഒരു ഹുക്ക് പോയിന്റ് ഉണ്ടാവണം. ആൾക്കാരെ ഒരു ഉദ്വേഗത്തിൽ നിർത്തണം എന്നുള്ളതുണ്ട്. അതായത് എന്താണ് എന്ന് കാണാൻ ഈ ചാനൽ മാറ്റാതെ, അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ ഫോൺ നോക്കാതെ അങ്ങനെ പറ്റുന്ന സിനിമകൾ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തലവൻ ചെയ്യുമ്പോൾ അതുപോലെ ഭയങ്കര എൻജോയ് ചെയ്ത സിനിമയാണ്. കാരണം അത് ഈ ഒരു സിനിമയ്ക്ക് ആവശ്യമുള്ള എല്ലാ മുഹൂർത്തങ്ങളും ആ സിനിമയിലുണ്ട്. കൊലപാതകങ്ങൾ നടക്കുന്ന കൃത്യമായ ഇൻ്റർവെൽസിൽ പുതിയ 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 കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നമുക്കൊരു സംവിധായകന് കിട്ടുന്നൊരു ഗട്ട്സ് ഉണ്ട് അത്തരത്തിലൊരു സ്ക്രിപ്റ്റ് കയ്യിലേക്ക് വരുമ്പോൾ. ഇപ്പോഴും ഞാൻ പറയാം, ചെയ്തെടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഫീൽ ഗുഡാണ്. ഒരു തർക്കവുമില്ല അതിനകത്ത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി മിസ്സാവുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇന്നായി ആരാണ് തട്ടിക്കൊണ്ടുപോയത്, ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു, നമ്മളിങ്ങനെ ഇരിക്കുക. ഫീൽ ഗുഡിൽ അതല്ല. ഫീൽ ഗുഡിൽ എപ്പോഴും ഒരൊറ്റ പോയിന്റ് ഉണ്ടാവുള്ളൂ, ഒരൊറ്റ പോയിന്റ്, ഒരു ചെറിയ പോയിന്റ്. ഇപ്പോൾ ഞാൻ പ്രകാശൻ എന്ന് പറഞ്ഞ സിനിമയുടെ ആ പോയിന്റ് ഒന്ന് ആലോചിച്ച് നോക്കി. എന്താണ് പോയിന്റ്? നമുക്ക് കാണാൻ പോലും പറ്റാത്തൊരു കുഞ്ഞു പോയിന്റാണ്. ആ പോയിന്റാണ് ഇവിടെ ഒരു ഇൻഡസ്ട്രിയിൽ ഹിറ്റ് അടിച്ചൊരു സിനിമയായിട്ട് മാറിയത്. അപ്പോൾ അതൊരു ശ്രീനിവാസൻ എന്ന് പറഞ്ഞ തിരക്കഥാകൃത്തിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് ഞാൻ പ്രകാശൻ. ഫീൽ ഗുഡിൻ്റെ പ്രത്യേകത പറഞ്ഞാണ്. അത്രയും ബുദ്ധിമുട്ടാണ് അത് ചെയ്തെടുക്കാൻ. അതിൻ്റെ എല്ലാ ട്രാക്കുകളും നന്നാവണം, ഒത്തിരി ട്രാക്കുകൾ നന്നാവണം. ഫീൽ ഗുഡ് സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, പ്ലസ്സും നന്നായിട്ട് വർക്കൗട്ട് ആയാൽ, ഈ നമ്മൾ ചാനൽ സാറ്റലൈറ്റ് റൈറ്റ് കൊടുക്കില്ലേ, ചാനലുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനം ഈ ഫീൽ ഗുഡാണ്. അതിൻ്റെ കാരണം, നമ്മളൊരു വീട്ടിൽ കാണുന്ന ഒരു സിനിമയും ഒറ്റയടിക്ക് ഇരുന്ന് അവസാനം വരെ കാണില്ല. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഇടയ്ക്ക് അടുക്കളയിൽ ജോലിക്ക് പോകും, പുരുഷന്മാരാണെങ്കിലും അടുക്കളയിലത്ത് ജോലി ചെയ്യുന്നുണ്ടാവും, ഫോൺ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ തേക്കുന്നുണ്ടാവും, ചിലപ്പോൾ എഴുതുന്നുണ്ടാവും. ഇതിനിടയിലായിരിക്കും TV വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇടയ്ക്ക് നോക്കി കുറച്ച് നേരം ചിരിച്ചു വീണ്ടും ജോലിയിലേക്ക് പോയി. ഇതിന് പറ്റണം, ത്രില്ലറിന് അത് പറ്റില്ല. ത്രില്ലർ സാറ്റലൈറ്റിൽ വരുമ്പോൾ, ചാനലിൽ വരുന്ന സമയത്ത് നമ്മൾ ഉടനീളം ഇരുന്ന് കണ്ടാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. മറ്റേതങ്ങനെ. ഇപ്പോൾ ദിലീപ് ഏട്ടൻ്റെ മൈ ബോസ് എന്ന് പറയുന്ന സിനിമ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഇന്നാവാം, എപ്പോൾ വേണമെങ്കിൽ ഔട്ടാവാം. മഹേഷിൻ്റെ പ്രതികാരം എപ്പോൾ വേണമെങ്കിൽ ഇന്നാവാം, എപ്പോൾ വേണമെങ്കിൽ ഔട്ടാവാം. വിജയ് സൂപ്പറും പൗർണമി, സൺഡേ ഹോളിഡേ, ഞാൻ പ്രകാശൻ, കുറച്ചു നേരം കാണാം, ചിരിക്കാൻ പോവാം, ഇനി വീണ്ടും വരാം, പുതിയ എപ്പിസോഡ് കാണാം, ചിരിക്കാൻ പോവാം. ഇതാണ്. അപ്പോൾ ചെയ്തെടുക്കാൻ ഇപ്പോഴും ഞാൻ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മലയാളത്തിൽ ഒരു സത്യൻ അന്തിക്കാടും, ഒരു ഫാസിലും, ഒരു ബാലചന്ദ്ര മേനോനും, അല്ലാതെ അധികം പേരുണ്ടോ ഫീൽ ഗുഡ്? ഇല്ലല്ലോ. ഫീൽ ഗുഡ് മാത്രം ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞ ഒരു പരിധിവരെ CB മലയിൽ സാറുണ്ട്. ബാക്കി ഈ കുറച്ച് എരിവും പുളിയും ഉള്ള സിനിമകൾ ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേര്. അതുകൊണ്ടാണ് ഒരു സത്യനന്ദിക്കാടും ഫാസിലും എന്ന് നമുക്ക് പറയാൻ പറ്റാത്തത്. അല്ല, ഇപ്പോഴും സ്റ്റിൽ ഈ പ്രായത്തിലും അവർ ഇപ്പോഴും ഹൃദയപൂർവ്വം എന്നൊക്കെ പറഞ്ഞ് പടങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. വലിയ കാര്യമാണത്. ഇപ്പോൾ ചെയ്യുന്ന എല്ലാ ഫിലിം മേക്കേഴ്സിനും ഈ ത്രില്ലറിന് മാത്രമല്ല, ഏത് സിനിമ ചെയ്താലും ഇപ്പോൾ കൃത്യമായിട്ട് ഒരു സംഗതിയെക്കുറിച്ച് പഠിച്ചിട്ടാണ് അവർ ഒരു ഡയലോഗാണെങ്കിൽ പോലും. ഇപ്പോൾ അതിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ സൺഡേ ഹോളിഡേയിൽ ഒരു നിർണായകമായ സമയത്ത് ഇവർ ഈ വാദം വരാതിരിക്കാനുള്ള ചെരുപ്പ് വിൽക്കാൻ നടക്കുന്ന ആളാണ് അപർണ ബാലമുരളി. കാസറ്റ് വിൽക്കാൻ നടക്കുന്ന ആളാണ് ആസിഫ് അലി. അപ്പോൾ VK ശ്രീരാമൻ്റെ വീട്ടിലെത്തുമ്പോൾ ശ്രീരാമേട്ടൻ തട്ടാമുട്ടിയായിട്ട് ഇത് മേടിക്കാതിരിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ഞാൻ 10 വെച്ച് മേടിക്കാം, 10 മേടിക്കാം, പക്ഷേ നിങ്ങൾ പറയണം വാദം എങ്ങനെ ഉണ്ടാവണമെന്ന്. ഒരു സാധനം വിൽക്കാൻ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണം നടക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അപർണ ബാലമുരളി കൃത്യമായ ഒരു പാരഗ്രാഫിൽ ഒറ്റ ശ്വാസത്തിൽ എങ്ങനെയാണ് ഒരു മനുഷ്യന് വാദം വരുന്നതെന്ന് പറയണം. അവിടെ ഞാനെന്ന കഥാകാരൻ ഇരുന്ന് എഴുതി വെക്കുന്നതല്ല പറയേണ്ടത്. ഇവിടെ എനിക്ക് ഈ ഐഡിയ എഴുതാൻ പറ്റുള്ളൂ. അവൾ ഒറ്റ ശ്വാസത്തിൽ ഒരു പാരഗ്രാഫിൽ പറയുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? വാദത്തിന് ട്രീറ്റ് ചെയ്യുന്ന ഏറ്റവും കൊള്ളാവുന്ന ഡോക്ടർ ആരാണോ, അന്ന് രാജഗിരിയിലാണ്, എറണാകുളത്ത് രാജഗിരി ഹോസ്പിറ്റലിൽ വിളിച്ചു എൻ്റെ സുഹൃത്ത് വിപിൻ, അവനെ വിളിച്ചിട്ട് പറഞ്ഞു, വിപിനെ, അവൻ ഡോക്ടറാണ്, എൻ്റെ കൂടെ പഠിച്ചതാണ്,
ഇവനെ ഇതാണ് രംഗം. അപ്പോൾ നീയും ഭാര്യയും ഡോക്ടറാണ് ജോത്സന, രണ്ടുപേരും കൂടിയിട്ടാണ് ആ ഡയലോഗ്സ് എനിക്ക് എഴുതി തന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് IT റിലേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴും പോലീസ് ചെയ്യുമ്പോഴും ഏത് മേഖല ചെയ്യുമ്പോഴും നമുക്ക് അറിയാത്ത മേഖല വരുമ്പോൾ നേരെ അതിൻ്റെ എക്സ്പേർട്ട്. കാരണം എന്താ അറിയൂ, ഇത് സിനിമ എന്ന് പറയുന്നത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടേണ്ട സംഗതിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് ആൾക്കാർ ട്രോളാനോ തെറ്റായ രീതിയിൽ മനസ്സിലാക്കാനോ പാടില്ല. ഇപ്പോൾ 40-45 വർഷം മുമ്പ് ഇറങ്ങിയ സിനിമയാണ് KG ജോർജ് സാറിൻ്റെ ആദ്യത്തെ സിനിമയായ സ്വപ്നാടനം. KG ജോർജ് സാറാണ് അത് എഴുതിയിരിക്കുന്നത്. അതിൽ ഈ പ്രധാന കഥാപാത്രത്തിന് ഓർമ്മ നഷ്ടപ്പെട്ടിട്ട് അയാളെ ആശുപത്രി കിടത്തിയിരിക്കുക. അപ്പോൾ അയാളോട് ഈ ചികിത്സിക്കുന്ന ഡോക്ടർ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാന്ന് പറയൂ. അപ്പം എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഡോക്ടറെ, നിങ്ങൾ എന്നെ നാർക്കോ അനാലിസിസ് ചെയ്യൂ, അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ഞാൻ ആരാണെന്ന്. ആലോചിച്ച് നോക്കൂ, 45 വർഷം മുമ്പ് ഈ നാർക്കോ അനാലിസിസ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ അടുത്ത 10 വർഷമായിട്ടുള്ളൂ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്, അല്ലേ? മറ്റേ ഏതൊരു കേസുമായി ബന്ധപ്പെട്ടാണ് കേൾക്കുന്നത്. അതാണ് ഇപ്പോൾ ക്വാറൻറ്റൈൻ എന്നുള്ള വാക്ക് നമ്മളിവിടെ കൊറോണ വന്നപ്പോഴാണ് സജീവമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. മോഹൻലാലിൻ്റെ സീസൺ കണ്ടു നോക്കൂ, ജയിലിൽ വരുമ്പോൾ എവിടെയായിരുന്നു? ക്വാറൻറ്റൈനിലായിരുന്നു. അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റിസർച്ചുകൾ അന്നും ബുദ്ധിയുള്ള സിനിമാക്കാർ ചെയ്തിട്ടുണ്ട്, ഇന്ന് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മുടെ സിനിമ എടുക്കാൻ അറിയുന്നവനോ അറിയാത്തവനോ ഒരു മിനിമം ഈ പ്രൊഫഷനോട് അല്പം ആത്മാർത്ഥമുള്ള ഒരാൾ വേറൊരു കാര്യത്തെക്കുറിച്ച് ചെയ്യുമ്പോൾ അത് പറയും. പ്രത്യേകിച്ച് ഇപ്പോൾ ചോദിച്ച ചോദ്യം ഇതാണ്, തലവനിൽ പോലീസിൻ്റെ ജസ്റ്റേഴ്സ്, പോലീസിൻ്റെ ബോഡി ലാംഗ്വേജ്, പോലീസിൻ്റെ ഭാഷ, അത് പഠിപ്പിക്കാൻ തന്നെ 3 പോലീസുകാരെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് വിട്ടിട്ടുണ്ട്. 3 പേര് ത്രൂ ഔട്ട് സെറ്റിലുണ്ടാവും. പോലീസ് സ്റ്റേഷൻ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ അവരും ഉണ്ടാവും 3 പേരും. ആ 3 പേർക്ക് നമ്മൾ കൃത്യമായി ശമ്പളം കൊടുത്ത് ഗവൺമെൻറ്റിൽ നിന്ന് അപ്രൂവൽ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു നോട്ടമായിക്കോട്ടെ, നടപ്പായിക്കോട്ടെ, സല്യൂട്ട് ആയിക്കോട്ടെ, ഇങ്ങനത്തെ അല്ലാത്ത സല്യൂട്ട് ഉണ്ടല്ലോ, ഇങ്ങനത്തെ അതെല്ലാം ഇവരാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ബിജു മേനോൻ ഉള്ളതിൻ്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിജുവേട്ടൻ്റെ അച്ഛൻ പോലീസായിരുന്നു. ബിജുവേട്ടൻ വളരുന്നത് പോലീസ് ക്വാർട്ടേഴ്സിലാണ്. ശരിക്കും ഒറിജിനലി വളർന്നത് പോലീസ് ക്വാർട്ടേഴ്സിലാണ്. സോ പുള്ളിക്ക് അറിയാത്ത അതുകൊണ്ടാണ് ഈ ബിജു മേനോൻ പോലീസ് കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ വരുന്ന കാര്യമാണ്. വെറുതെ ഒന്ന് ഈ യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ ബിജുവേട്ടൻ്റെ ക്യാരക്ടർ അങ്ങ് മാറും, അച്ഛനായിട്ട് മാറും. ഭയങ്കര ഒരു നിപ്പായിക്കോട്ടെ, നോട്ടമായിക്കോട്ടെ, നമ്മൾ അത്ഭുതപ്പെടുക, ഇയാൾ ഇതുവരെ തമാശ പറഞ്ഞിരുന്ന ആൾ പെട്ടെന്ന് ഒരു പോലീസുകാരൻ്റെ എല്ലാ ഇതും വരും. ആസിഫ് എപ്പോഴും പറയും, ഈ ആനയ്ക്ക് നെറ്റിപ്പട്ടം കെട്ടിയ പോലെയാണ് ബിജു മേനോന് പോലീസ് യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ. പോലീസുകാരനല്ലാന്ന് ഒരിക്കലും വിശ്വസിക്കില്ല നമ്മൾ. അപ്പോൾ അത്തരത്തിലുള്ള പഠനങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് പറയണം. പൊതുവേ ഇപ്പോൾ മലയാള സിനിമയിലെ ഏതൊരു താരത്തിൻ്റെ അടുത്ത് പോയാലും പോലീസ് കഥാപാത്രം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് പുറകോട്ട് വലിയും. കാരണം എല്ലാവരും ആവശ്യത്തിലേറെ ചെയ്തു കഴിഞ്ഞു. ചാക്കോച്ചൻ ചെയ്തു, ആസിഫ് ചെയ്തു, ബിജുവേട്ടൻ ചെയ്തു, മമ്മൂക്ക ചെയ്തു, എല്ലാവരും പോലീസ് പടങ്ങൾ ചെയ്യുന്നുണ്ട്, സുരേഷ് ഏട്ടനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അവരെ ഒരു പോലീസ് കഥയുമായി പോകുമ്പോൾ അവരെ ത്രില്ലടിപ്പിക്കാൻ സാധിച്ചാൽ മാത്രം, കഥ കൊണ്ട് ത്രില്ലടിപ്പിക്കാൻ പറ്റിയാൽ മാത്രമേ അവർ കമ്മിറ്റ് ചെയ്യുള്ളൂ. ഇതേ ചോദ്യം എന്നോടും ചോദിച്ചാണ്. ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 4-5 മാസം മുമ്പ് ബിജുവേട്ടൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ നമുക്കൊരല്പം കോമഡി ഉള്ളൊരു പടം ചെയ്താലോ, ഇത് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചാലോ, പോലീസ്. അപ്പോൾ ഞാൻ ചേട്ടാ ഇത് മൊത്തം എഴുതി കഴിഞ്ഞ് പ്രീ പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഇനി നമ്മൾ മാറ്റുന്നതിൽ കാര്യമില്ല. അപ്പോൾ ബിജുവേട്ടൻ പറഞ്ഞു, എനിക്ക് കോമഡി ചെയ്യണമെന്നാണ് താല്പര്യം, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാം. എനിക്ക് ധൈര്യമുണ്ട്, എന്നെ ട്രസ്റ്റ് ചെയ്തോളൂ, എനിക്ക് ധൈര്യമുണ്ട്. അപ്പോൾ മനസ്സിലായി. പോലീസ് ഇപ്പോൾ ഏതെങ്കിലും ഒരു പടത്തിൽ എനിക്കൊന്ന് ആ സമയത്ത് അടുപ്പിച്ച് വേറൊരു 1-2 പടങ്ങൾ ബിജുവേട്ടൻ പോലീസ് തന്നെ ആയിരുന്നു. ഇപ്പോൾ ഈവൻ അയ്യപ്പൻ കോശിയിലും അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ അതൊരു എല്ലാവർക്കും പുറകോട്ടൊരു വലിച്ചലുണ്ട് പോലീസാന്ന് പറയുമ്പോൾ. എന്നിട്ടും അവരെ നമുക്ക് ത്രില്ലടിപ്പിക്കാൻ സാധിച്ചു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി കാണുമ്പോൾ നമുക്കറിയാം ചാക്കോച്ചനെ അവർക്ക് ത്രില്ലടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ഗർഭിണിയുടെ വയറ്റത്ത് ചവിട്ടുന്ന ചാക്കോച്ചനെ നമ്മൾ കണ്ടിട്ടില്ല. മനസ്സിലായോ? ആ സിനിമയ്ക്ക് വന്ന ആസ്വാദനത്തിൽ വന്ന മാറ്റം ചാക്കോച്ചൻ ഉൾക്കൊണ്ട് ആ രീതിയിലുള്ളൊരു പോലീസുകാരൻ അവതരിപ്പിച്ചപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ പോലീസാണെങ്കിലും കഥാപാത്രത്തിന് മാറ്റം ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും രത്നച്ചുരുക്കം. എപ്പോഴും താല്പര്യം എനിക്ക് ഞാൻ തന്നെ എഴുതുന്നതാണ്. ഇപ്പോൾ തലവൻ മാത്രമാണ് വേറൊരാൾ തിരക്കഥ എഴുതിയിരിക്കുന്നത്. അപ്പോഴും സംഭാഷണം നമ്മൾ തന്നെ എഴുതിയിരിക്കുന്നത്. ഈ നമ്മൾ തന്നെ എഴുതുമ്പോഴൊരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമ എഴുതി കഴിയുമ്പോൾ തന്നെ കാണാതെ പഠിച്ചു. ഞാൻ ഒരിക്കലും സീൻ പേപ്പറായിട്ട് സെറ്റിൽ പോകാറില്ല. മടക്കി ബാക്ക് പോക്കറ്റിലുണ്ടാവും. അത് പിന്നെ അന്ന് രാത്രി ജീൻസ് മാറുമ്പോഴായിരിക്കും അത് പോക്കറ്റിലുണ്ടല്ലോ എന്ന് അറിയുന്നത്. തുറക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ എഴുതിയതാണ്, നമുക്കറിയാത്ത ഒന്നും അതിനകത്തില്ല. സോ
സീൻ മാർക്ക് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അതെല്ലാം മനസ്സിലാണ്. കാരണം നമ്മളത് അത് സ്വന്തമായിട്ട് എഴുതുമ്പോഴൊരു മെച്ചം അതാണ് ഈ പറയുന്നത്. എനിക്ക് അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് എഴുതുന്നതാണ് ഏറ്റവും ഇഷ്ടം. അതൊരു വലിയ സുഖം തരുന്ന പരിപാടിയും കൂടിയാണ്. ഈ എഴുതാനിരിക്കുമ്പോഴുള്ളൊരു മെച്ചം എന്ന് പറഞ്ഞാൽ സമയം പോകുന്നത് അറിയത്തേയില്ല. ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ രാത്രി നോക്കുമ്പോൾ 10 മണിയായിരിക്കും, എഴുതി പിന്നെ ഒരു വാച്ച് നോക്കാൻ തോന്നുമ്പോൾ ചിലപ്പോൾ 1 മണിയായിട്ടുണ്ടാവും, അറിയില്ല. അത് ആ പ്രോസസ്സിൽ നമ്മളിങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ അത് 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 എഴുതിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. കുറേ ആൾക്കാരുടെ ഒപ്പം നമ്മൾ ജീവിച്ച പോലത്തെ, കുറേ പേരുടെ ഇമോഷൻസിലൂടെ കടന്നുപോയ പോലെ. സിനിമയിൽ അങ്ങനെയാണല്ലോ, എഴുതുമ്പോൾ ചതിക്കുന്നവനും ചതിക്കപ്പെടുന്നവനും ഒരാൾ തന്നെയാണ്. ചതിക്കുന്ന ആൾ തന്നെയാണ് എഴുത്തുകാരൻ, ചതിക്കപ്പെടുന്നതും എഴുത്തുകാരൻ തന്നെയാണ്. അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വരുന്നതും എഴുത്തുകാരനാണ്. അപ്പോൾ എല്ലാം നമ്മളാവുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അത് ഒരുപക്ഷെ എഴുത്തുകാരന് മാത്രം കിട്ടുന്ന സുഖമാണ്. അതൊരിക്കലും ആർട്ടിസ്റ്റിന് കിട്ടുന്നില്ല. ആർട്ടിസ്റ്റിന് ആ കഥാപാത്രം ആവാനേ പറ്റുള്ളൂ, അല്ലേ? ഇപ്പം ഷമ്മി ആവാനേ പറ്റുള്ളൂ, എല്ലാം ആവാൻ പറ്റില്ല. എഴുത്തുകാരന് ഇതെല്ലാം ആവും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. അതുകൊണ്ട് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ജോലി ഏതാണെന്ന് വെച്ചാൽ എഴുത്ത് തന്നെയാണ്. അത് പാട്ടെഴുത്തായാലും ശരി, തിരക്കഥ എഴുത്തായാലും ശരി. എഴുതാൻ വേണ്ടിയിട്ട് ഇതുവരെ ഒരിക്കലും വീട്ടിൽ നിന്ന് മാറിയിരിക്കാറില്ല. നമ്മളിവിടെ എറണാകുളത്താണ് എൻ്റെ സ്ഥലം. അപ്പോൾ എഴുത്തിന് വേണ്ടി തന്നെ ഇതുപോലത്തെ ഒരു സ്പേസ് ഉണ്ട്. ഭയങ്കര വലിയ സ്പേസ് ഒന്നുമല്ല, എന്നാലും ചെറിയ സ്പേസ് ഉണ്ട്. ശാന്തമായ സ്പേസാണ്. ലൈബ്രറി ഉണ്ട്, തിയേറ്ററുണ്ട്, പിന്നെ റെഫർ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇടയ്ക്ക് കളിക്കാനുള്ള ചെസ്സുണ്ട്, ക്യാരം ബോർഡുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തേക്ക് രാവിലെ കയറി കഴിഞ്ഞാൽ ഒരു 3-4 സീനൊക്കെ എഴുതിയിട്ടായിരിക്കും ഒരു ദിവസം ഫിനിഷ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അതായത് നമുക്ക് വൺസ് ഇതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എഴുത്ത് ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങൾ തലവൻ എന്ന് പറഞ്ഞ സിനിമ എല്ലാ ദിവസവും സെറ്റിലിരുന്ന് എഴുതിയ പടമാണ്. 110 സീനുണ്ട്, 109 സീനും സെറ്റിലിരുന്ന് എഴുതിയ സീനാണ്. ഒരു സീൻ മാറി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സീൻ കോടതി വിചാരണയാണ്. അത് ഈ പറഞ്ഞ പോലെ എനിക്കറിയത്തില്ല, അതിൻ്റെ ഭാഷ അറിയത്തില്ല. സോ അതിൽ എക്സ്പേർട്ടായിട്ടുള്ള എൻ്റെ റൈറ്റേഴ്സ്, ഈ തിരക്കഥ എഴുതിയ അതിലൊരാൾ പോലീസുകാരനാണ്, അവർക്ക് അതിനെക്കുറിച്ച് ധാരണയുണ്ട്. അപ്പോൾ അവരാണ് ആ സീൻ എഴുതിയത്. ബാക്കി 109 സീനും നമ്മൾ സെറ്റിലിരുന്ന് എഴുതിയ സിനിമയാണ് തലവൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഐഡിയ ഉണ്ട്, ആ ഐഡിയ കൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ആ ഐഡിയ പറഞ്ഞിട്ടാണ് ബിജു മനോനോടും ആസിഫിനോടൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഷൂട്ടിലേക്ക് എത്തുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, സിനിമ തുടങ്ങുന്നതിൻ്റെ ഒരു 4 ദിവസം മുമ്പ് ഈ പറയുന്ന റൈറ്റേഴ്സുമായിട്ട് നമ്മളിരിക്കുമ്പോൾ നമുക്ക് ഉരുത്തിരിഞ്ഞ് വരുന്ന വേറൊരു ഐഡിയ. അപ്പോൾ നമ്മൾ തോന്നുന്നു ഇതിനേക്കാൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ഇതാണല്ലോ, എന്നാൽ പിന്നെ ഇത് എഴുതിയാലോ. അപ്പോൾ പഴയതെടുക്കാൻ പറ്റില്ല, പഴയതിനെ ഒരു ബെഞ്ച് മാർക്കായിട്ട് വെച്ചിട്ട് മറ്റു എഴുതും. അപ്പോൾ നമ്മൾ സംവിധായകൻ തന്നെ എഴുതിയാൽ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്, പക്ഷേ അത്രത്തോളം റിസ്ക്കുമാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടി സ്ഥിരമായിട്ട് എഴുതി തരാനായിട്ട് റൈറ്റേഴ്സ് ഉണ്ടെങ്കിലേ, ഒരു സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ തലവൻ കഴിഞ്ഞിട്ട് 2 വർഷമായി, അടുത്ത പടം ആവുന്നേ ഉള്ളൂ, അല്ലേ? നേരെ മറിച്ച് ഇപ്പോഴും ഒരാൾ കഴിഞ്ഞ് അടുത്ത ആൾ ഇങ്ങനെ എഴുതി തരാനുണ്ടെങ്കിൽ സിനിമകൾ ഫാസ്റ്റായിട്ട് നടക്കും. ഇതെല്ലാം നമ്മൾ തന്നെ എഴുതാൻ പോകുമ്പോഴാണ് ഇത്രയും സമയം എടുക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നൊരു പോയിൻ്റുണ്ട്, നമ്മളുണ്ടെങ്കിലേ നമുക്ക് ചുറ്റുമുള്ളവരുണ്ടാവുള്ളൂ. ഇപ്പം അല്ല, എല്ലാം അങ്ങനെ ഉപയോഗിച്ചാൽ നമ്മൾ ആദ്യം നിലനിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നിലനിൽപ്പിന് ഒരിക്കലും ബന്ധങ്ങളോ സൗഹൃദങ്ങളോ സിനിമയിലേക്ക് വലിച്ചിട്ട് ഉപയോഗിച്ച് നശിപ്പിച്ച് കുളമാക്കി ലാസ്റ്റ് നമ്മളുമില്ല അവരുമില്ല, ഭയങ്കര കുഴപ്പമായി മാറും. അത് ഞാൻ ആരും പറഞ്ഞു തന്ന കാര്യമല്ല, പക്ഷേ ഞാൻ 2013 മുതൽ ഫോളോ ചെയ്യുന്ന അത് ആഡ് ഫിലിംസിലും അതെ. ഞാൻ സിനിമയിൽ വരുമ്പോൾ 2013 ആഡ് ഫിലിം ഞാൻ 2004 തുടങ്ങിയതാണ്. അപ്പോൾ അന്ന് മുതൽ ഫോളോ ചെയ്യുന്ന കാര്യം, അപ്പോൾ മാർക്കറ്റ് ആർക്കാണോ അയാളെ വിളിക്കുക. അഫോർഡബിൾ ആയിരിക്കണം, നമ്മുടെ ഈ ബജറ്റിൽ അഫോർഡബിളായ അപ്പോൾ മാർക്കറ്റുള്ള ഒരാളെ വിളിക്കുന്നു. അത് തന്നെ ആർട്ട് ഡയറക്ഷൻ, അത് തന്നെ കോസ്റ്റ്യൂമർ, അത് തന്നെ മ്യൂസിക് ഡയറക്ഷൻ. അല്ലാതെ യാതൊരുവിധ എല്ലാവരും, അല്ലാതെ ഇതിനകത്ത് പിണക്കങ്ങളില്ല. എഡിറ്റർ ആയിക്കോട്ടെ, അതിപ്പോൾ നമ്മൾ ഒരു പടത്തിന് വിളിച്ചില്ല, യാതൊരു പിണക്കവും അതിൻ്റെ ആവശ്യമില്ല. പ്രൊഫഷണലി അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, അല്ലേ? അവർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അവർക്കും വേറെ പടങ്ങളുണ്ട്, നമ്മുടെ പടം മാത്രമല്ല. ഞാൻ വിശ്വസിക്കുന്നൊരു പോളിസി അതാണ്. ഇപ്പോൾ ചിലപ്പോൾ ഫീൽ ഗുഡ് എടുക്കാൻ എന്നെ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ന ക്യാമറമാൻ ആയിരിക്കും. ചിലപ്പോൾ ഒരു ത്രില്ലർ എടുക്കുമ്പോൾ അയാൾ ഓക്കെ ആയിരിക്കില്ല, അപ്പോൾ ഫീൽ ഗുഡ് എടുക്കുമ്പോൾ ഇയാളെ വിളിക്കാം. അത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരിക്കലും പറ്റാത്ത ജോണറിൽ പോയിട്ടുള്ള ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ നന്നാവില്ല. നേരെ മറിച്ച് ഒരു ത്രില്ലർ ചെയ്ത് എക്സ്പീരിയൻസ് തഴക്കവും വഴക്കവും വന്ന ഒരു കൂട്ടം ആൾക്കാരാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി കോൺട്രിബ്യൂഷൻസ് വരും. കഥ വായിക്കാനിരിക്കുമ്പോൾ മുതൽ സജഷൻസ് വരും, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയുള്ള സെഷൻ വരും. ഇപ്പോൾ ബാഹുൽ രമേഷ്
എനിക്ക് തോന്നുന്നു ഞാൻ തുടർച്ചയായി ഒരു ക്യാമറമാനെ തന്നെ 2 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് ബാഹുൽ രമേഷിനെയാണ്. ബാഹുൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഷ്കിന്ധാകാണ്ഡത്തിൻ്റെ റൈറ്റർ. കിഷ്കിന്ധാകാണ്ഡത്തിൻ്റെ റൈറ്ററും പിന്നെ അതിൻ്റെ ക്യാമറമാനും ബാഹുൽ തന്നെയാണ്. ഈ പറയുന്ന ത്രില്ലർ സിനിമകളോട് ഭയങ്കരമായ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ ഇന്നലെ വരെ എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ ബാഹുലായിരുന്നു. അതിനുമുമ്പ് ചാക്കോച്ചനെ വെച്ച് മോഹൻകുമാർ ഫാൻസ് ചെയ്തപ്പോഴും ബാഹുലായിരുന്നു. അപ്പോൾ ഒരു ക്യാമറമാൻ എന്നുള്ള രീതിയിൽ ഒരുപാട് സജഷൻസ് തരാൻ കഴിവുള്ള ആളാണ്, ഒത്തിരി. പിന്നീട് മനസ്സിലാവുന്നത് പുള്ളി റൈറ്ററാണ്. അന്ന് എനിക്ക് വേണ്ടി പടം ചെയ്യുമ്പോൾ പുള്ളി റൈറ്ററാണെന്ന് എനിക്കറിയില്ല, ക്യാമറമാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷേ കിഷ്കിന്ധാകാണ്ഡം വന്നപ്പോൾ എനിക്ക് മനസ്സിലായാലും റൈറ്ററാണ്, അതുകൊണ്ടാണ് ആ സജഷൻസ് വരുന്നത്. അതുപോലെ തന്നെ ഈ തലവൻ ചെയ്ത ശരൺ വേലായുധൻ ബ്രില്യൻ ക്യാമറമാണ്, ബ്രില്യൻ ക്യാമറയാണ്. ഭയങ്കര എന്താണ് എടുക്കാൻ പോകുന്ന ജോണർ, ആ ജോണർ കൃത്യമായിട്ട് എന്ത് ക്യാമറ ഉപയോഗിക്കണം, ആ ക്യാമറയുടെ ഫീച്ചേഴ്സ് എന്താണ് എവിടെ ബ്ലാക്ക്, ആ ബ്ലാക്ക് വേണോ വേണ്ടയോ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സ്ലോ മോഷൻ ആവശ്യമുണ്ടോ, അപ്പോൾ ഇന്ന ക്യാമറ മതി, ഇന്ന ലെൻസ് വേണം, അല്ലെങ്കിൽ സജഷൻസ് പറയുക, ഈ ഇന്ന സീൻ വേണോ, ഇവിടെ വെച്ച് നിർത്തിക്കൂടെ, നമുക്ക് അങ്ങനെ കുറേ സജഷൻസ് കിട്ടുന്ന ആൾക്കാർ. എന്തറിയോ, നമ്മൾ പറയുന്നത് മാത്രം ഷൂട്ട് ചെയ്യുന്ന ആളെ കൊണ്ട് നമ്മൾ ക്യാമറ പഠിച്ചിട്ടില്ലല്ലോ. ഞാൻ മ്യൂസിക് ഡയറക്ഷനും പഠിച്ചിട്ടില്ല, ആർട്ട് ഡയറക്ഷനും പഠിച്ചിട്ടില്ല, കോസ്റ്റ്യൂമിൻ്റെ പരിപാടിയും പഠിച്ചിട്ടില്ല. നമ്മൾ എല്ലാത്തിലും മികവുറ്റ ആൾക്കാരെ വെക്കുന്ന എന്തിനാണ്? അവരുടെ ജോലി എടുപ്പിക്കാൻ വേണ്ടി എഴുതത്തില്ല, അവരുടെ ഇന്ന് സജഷൻസും കൂടെ എടുക്കാനായിട്ടാണ്. അപ്പോൾ കോസ്റ്റ്യൂമുകാരൻ അവൻ്റെ ഭാഗത്തുള്ള സജഷൻ വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആണ് സാറേ, ഇപ്പോൾ ഈ സീൻ നമുക്ക് യൂണിഫോം ഇല്ലാതെ ട്രീറ്റ് ചെയ്താലോ, ഒരു കോസ്റ്റ്യൂമുകാരൻ പറയാൻ സാധ്യതയുള്ള സജഷനാണ് പറയാം. അപ്പോൾ നമ്മൾ ആലോചിക്കും, ശരിയാണല്ലോ, കഴിഞ്ഞ സീനിലൊക്കെ യൂണിഫോം ഇട്ടുള്ള പോലീസ് ഇതെല്ലാണ്ട് ചെയ്യാം. അപ്പോൾ യൂണിഫോം അല്ലാതിരിക്കണമെങ്കിൽ പശ്ചാത്തലം മാറണമല്ലോ, ആ പശ്ചാത്തലം മാറും, അപ്പോൾ കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആവും, ഇല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുമ്പളങ്ങി നൈറ്റ്സിൽ ഫഹദ് ഫാസിൽ ഭാര്യ വീട്ടുകാർ ഒരു ഗസ്റ്റ് ഹൗസ് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? ആ ഗസ്റ്റ് ഹൗസിൽ പുള്ളി ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഈസി ആയിട്ടൊരു സ്റ്റൂൾ ഇട്ടിട്ട് ആ സ്റ്റൂളിൻ്റെ മുകളിൽ കയറി നോക്കാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആർട്ട് ഡയറക്ടർ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കവളം മടലാണ്, തെങ്ങിൻ്റെ മടലില്ലേ, ഒരു മടൽ വെട്ടിയിട്ട് അത് ചാരി വെച്ച് അതിൻ്റെ മുകളിലേക്ക് നോക്കുക. അത് ഫണ്ണാണ്, അത് കോൺട്രിബ്യൂഷനാണ്, അതാണ് കോൺട്രിബ്യൂഷൻ. അതാത് ഡിപ്പാർട്ട്മെൻറ്റുകാരുടെ കോൺട്രിബ്യൂഷനാണ് പറയണത്. ഇപ്പോൾ ജോജി എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ നമുക്കറിയാം, ആ പടം തുടങ്ങുന്നത് ഒരു കൊറിയർ സർവീസുകാരൻ, അയാൾ ഒരു കൊറിയർ ഡെലിവറി ചെയ്യാൻ വേണ്ടി പോകുന്നിടത്താണ്. ആ പട്ടണത്തിൽ നിന്ന് തുടങ്ങി ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നവരെയുള്ള യാത്രയാണ് പടത്തിൻ്റെ തുടക്കം. ആ യാത്രയിലാണ് ഈ ഭൂപ്രദേശം കാണിച്ചിരിക്കുന്നത്. എന്ത് ബ്രില്യൻ്റ് ആയിട്ടാണെന്നല്ല ചോദിക്കും. ആ ഒരു കൊറിയർ സർവീസുകാരൻ പോകുന്ന ട്രാക്കിൽ ആ സിനിമയായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല, അയാൾ വരുന്നിടത്താണ് ഈ ഭൂപ്രദേശം ഇങ്ങനെയാണെന്നും വളരെ ഒറ്റപ്പെട്ട വീടാണെന്നും ഇത് ഇങ്ങനെയാണെന്നും. എന്നാൽ ഇത് ഡെലിവർ ചെയ്യുന്ന സാധനം എന്താ? തോക്കാണ്. അതാർക്കാണ് ഡെലിവർ ചെയ്യുന്നത്? ആ വീട്ടിലെ ഏറ്റവും ഇളയ മോന. ആ വീട്ടിലെ ഏറ്റവും ഇളയവൻ പോലും ഓർഡർ ചെയ്ത് മേടിക്കുന്ന ഒരു തോക്കാണ്. അതിൽ മനസ്സിലാക്കിക്കോണം ആ വീടെന്താന്ന്. ആ സിനിമ കഴിയാറായിട്ടുള്ള അകത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ആ വന്ന കൊറിയർ സർവീസിൽ വന്ന ആ പെട്ടി ഉണ്ടല്ലോ, ആ പെട്ടി ഷെൽഫിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട്. അതിങ്ങനെ ഫോക്കസ് ചെയ്തൊന്നും കാണിച്ചിട്ടില്ല, നമുക്ക് കാണാം ആ പെട്ടി അവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ഇതിൻ്റെ നമ്മളെ ഒരു സിനിമയ്ക്ക് ലൈഫ് കൊണ്ടുവരുന്ന ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ എൻ്റെ തട്ടകം ഈ ആഡ് ഫിലിം ആയതുകൊണ്ട് ഞാൻ ഈ അന്ന് കാണുന്ന ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് അഭിനയിപ്പിച്ച് ശീലിപ്പിച്ചിരിക്കുന്ന ഒരാളാണ്. അത് അറിയാമല്ലോ, നമ്മൾ എത്രയോ ആഡ് ഫിലിംസ് 100 ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന ഇറാനിയൻ മോഡൽസ് വരാറുണ്ട്, അറേബ്യൻ മോഡൽസ് വരാറുണ്ട്, മുംബൈയിൽ നിന്ന് വരാറുണ്ട്, ചെന്നൈയിൽ നിന്നുണ്ട്, ബാംഗ്ലൂർ, പലതരത്തിൽപ്പെട്ട ഭാഷ അറിയാത്ത ആൾക്കാരാണ് നമ്മുടെ മുമ്പിൽ ഫേസ് വാഷിൻ്റെയും മുടി വളരാനുള്ളതിൻ്റെയും ജ്വല്ലറിയുടെയും ടെക്സ്റ്റൈലിൻ്റെയും ഒക്കെ പരസ്യത്തിന് മോഡൽസ്. അപ്പോൾ ഇവരെ വെച്ച് നമ്മൾ അന്ന് രാവിലെ നമുക്ക് കാണാൻ പോലും പറ്റുള്ളൂ. ഇവരെ വെച്ച് രാത്രി 9 മണിയാകുമ്പോഴത്തേക്കും ഒരു കഥ തീർക്കണം. ഇത് തീർത്ത് ശീലിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് എവിടെയോ ആ ഒരു വിശ്വാസമുണ്ട്. എൻ്റെ ഉള്ളിൽ കൺസീവായ ഒരു സംഗതിയെ എനിക്ക് മിനിമം അഭിനയത്തിൻ്റെ ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾ, അഭിനയിക്കാൻ അറിയണമെന്നില്ല, വെറും കോമൺ സെൻസ്, ആ ഒരു കോമൺ സെൻസും ഒന്ന് പുഞ്ചിരിക്കാനും കഴിവുള്ള ഒരാളെ വെച്ച് നമ്മൾ കൺസീവ് ചെയ്തൊരു സാധനം അഭിനയിപ്പിച്ചാണ് എടുക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അവിടെയും ചിലപ്പോൾ തെറ്റ് പറ്റുന്നത് ഡയലോഗ് ബൈഹാർട്ട്, അത് അഭിനയവും ഡയലോഗ് ബൈഹാർട്ടയിലും 2 പരിപാടിയാണ്. അവിടെ പാളിച്ച പറ്റാറുണ്ട്. ഇപ്പം പണ്ടൊരാളോട് ഒരു മുംബൈ മോഡല് ഒരു പരസ്യത്തിൽ അഭിനയിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഒരു പേസ്റ്റിൻ്റെ പരസ്യമാണ്, മഹാരാജാസ് കോളേജിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ ഡോക്ടറായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് ഞാൻ ഒരാഴ്ച മുമ്പ് മംഗ്ലീഷിൽ എഴുതി മലയാളം ഡയലോഗ് കൊടുത്തു. അപ്പോൾ ഇയാൾ പറഞ്ഞു, നോ ഇഷ്യൂസ് സാർ, ഇതെല്ലാം ഓക്കെ.
തലേ ദിവസം ഹോട്ടലിൽ വന്നപ്പോൾ ഞാൻ ഇയാളെ വിളിച്ചു. എല്ലാം ഓക്കെ, എവറിത്തിങ് ഈസ് ഓക്കെ സർ, ഐ ഗോട്ട് ഓൾ ദ ഡയലോഗ്സ്, ഡോ വറി, എല്ലാം കിട്ടി. ഐ ഹാവ് ഫ്യൂ മലയാളി ഫ്രണ്ട്സ് ഓവർ മുംബൈ, സോ ഐ ഗോട്ട് ദ ഡയലോഗ്, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഇവിടെ വന്നിട്ട് അരി വറക്കാൻ തുടങ്ങിയിട്ട് ഷൈജു ഖാലിദാണ് ക്യാമറ ചെയ്യുന്നത്. വറുത്ത് ഒരാൾ ചട്ടി കരിഞ്ഞു പോകുന്നുള്ള അവസ്ഥയായി പോയി. കാരണം ഇത് മഹാരാജ് കോളേജാണ്, അതായത് 6 മണിയാകുമ്പോൾ തീർന്നാലും തീർന്നില്ലെങ്കിലും മാറിക്കൊടുക്കണം. ഇവിടെ നമ്മൾ ക്ലയൻറ്റ് ടെൻഷൻ ആവുമെന്ന് പറഞ്ഞിട്ട് ഒറ്റ രക്ഷയില്ല. ഞാൻ ഇതെങ്ങനെ മാനേജ് ചെയ്യും? അപ്പോൾ ഇയാൾ പറയാണ് സ്വീറ്റ്സ് മലയാളം ഹൗ കാൻ ഐ. ഞാൻ പറയണോ, താൻ ഇന്നലെ രാത്രി വരെ വിളിച്ചപ്പോൾ ഇങ്ങനെയല്ലോ പറഞ്ഞത്. ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ താൻ പറഞ്ഞു മലയാളി ഫ്രണ്ട്സ് ഉണ്ട്, അത് അവർ പഠിപ്പിച്ചു, താൻ പഠിച്ചു, മറ്റേ പറഞ്ഞാൽ എല്ലാം ഓക്കെ ആണല്ലോ. ക്യാമറ വെക്കുമ്പോൾ മാത്രം എന്താണ് പറയാൻ പറ്റാത്തത്? മലയാളം. നമ്മളൊരു സൊല്യൂഷനിൽ എത്തണ്ടേ? സോ ഓക്കെ, യു ഡു വൺ തിങ്, ഐ വിസ് സ്റ്റഡീഡ് ഇൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഓഫ് കോഴ്സ് ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആർ സിസ്റ്റേഴ്സ്, ഐ ലവ് മൈ കൺട്രി. അറിയാമെന്ന് ചോദിച്ചു. ഐ നോ യു. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. പറഞ്ഞു. പറ്റണില്ല. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യ ഐ ലവ് അല്ല, ഓൾ ഇന്ത്യൻസ് കഴിഞ്ഞിട്ടാണ് ഐ ലവ്. അതെന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇപ്പോൾ ഭാഷയാണോ പ്രശ്നം? അപ്പോൾ ഭാഷയല്ലല്ലോ പ്രശ്നം. ഭാഷയല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ആവശ്യമില്ലാതെ കോൺഷ്യസ് ആവണം. നിങ്ങൾ ഭയങ്കരമായിട്ട് ബോധർ ചെയ്യണം. നിങ്ങളിത് ഭയങ്കര ആൾക്കാർ നോക്കി കേൾക്കുന്നു. നിങ്ങൾക്ക് ഇത് പറ്റാത്ത ആളാണെങ്കിൽ എന്തിനാ അഭിനയിക്കാൻ വരുന്നത്? ഇത്രയും പൈസ കൊടുത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നമ്മൾ കൊണ്ടിരുന്നതാണ്. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ അംഗീകരിക്കുക. ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം. നിങ്ങളുടെ പ്രോബ്ലം ഇതാണ്. ഇനി നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാം. ഇനി എനിക്ക് പണി എളുപ്പമാണ്. നിങ്ങൾ അംഗീകരിച്ചാൽ മതി. നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള കാര്യം നിങ്ങൾ അംഗീകരിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ABCD പറയും, അതങ്ങനെ പറയുക. ABCD EFGHIJ പറഞ്ഞു കേട്ട് പ്രോംപ്റ്റ് ചെയ്തെങ്കിൽ പറഞ്ഞോളാൻ പറഞ്ഞു. ഡബ് ചെയ്തു, അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും എൻ്റെ രാഷ്ട്രീയം പറയാനുള്ള ഏരിയ അല്ല, എൻ്റെ നിലപാടുകൾ പറയാനുള്ള ഏരിയയുമല്ല. സിനിമ എനിക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ള ഏരിയയാണ്. അത് മാത്രമേ ഉള്ളൂ. അത് മാത്രം. അതിനകത്ത് ചിലപ്പോൾ ഞാൻ ഭയങ്കരമായൊരു ഈശ്വരവിശ്വാസിയാണ്. ഇപ്പം ഞാനും ബെന്നി പി നായരമ്പലവും കൂടെ ചെയ്യാൻ പോകുന്നൊരു സിനിമയുണ്ട്. അതിൽ ഈ ഒരു നിരീശ്വരവാദി എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. അയാൾക്ക് ഓരോന്ന് ചെയ്യുമ്പോഴും അയാൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ രാഷ്ട്രീയമാണോ അത്? അല്ല. ഞാനിപ്പോഴും കുട്ടികൾക്ക് ടോക്സിന് പോകുന്ന ഒരാളാണ്, യൂത്തിന് ടോക്കുകൾക്ക് പോകുന്ന ഒരാളാണ്, പള്ളികളിലും ധ്യാനകേന്ദ്രങ്ങളിലും ഒക്കെ ടോക്കിന് പോകുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചോളം നിരീശ്വരവാദം എന്നൊരു സാധനത്തെക്കുറിച്ച് ഞാൻ അംഗീകരിക്കുന്നില്ല. ഈശ്വരനുണ്ട് ആരോ എന്നാണ് എൻ്റെ വിശ്വാസം.